സർ, ഇന്നലെ കൊല്ലം തേവലക്കര സ്കൂളിലെ വിദ്യാർത്ഥിയുടെ ദാരുണാന്ത്യം ശരിക്കും കേരളത്തെ ഭയപ്പെടുത്തുന്നത് മാത്രമല്ല, ഞെട്ടിച്ചിരിക്കുകയാണ്. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചതിന് ഉരുണ്ട് കളിക്കുകയാണ് മന്ത്രിയും ബാക്കി എല്ലാവരും. ഇതിൽ ആരുടെ ഭാഗത്താണ് തെറ്റ്? വളരെ ശരിയായിട്ടുള്ളൊരു പോയിന്ററാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചത്. മന്ത്രി ചോദിച്ചുകൊണ്ടിരിക്കുക, ഇതിന് ഫിറ്റ്നസ് കൊടുത്തിട്ടുണ്ടോ? അപ്പോൾ മന്ത്രിക്കറിയില്ല. പിടിപ്പുകേടിൻ്റെ മറ്റൊരു വാക്യം കൂടി അദ്ദേഹം പറയുകയാണ്, ഫിറ്റ്നസ് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ. പിന്നെ എന്തിനേയും മന്ത്രിസഭ സെക്രട്ടേറിയറ്റ് അവിടെ ഇരുന്ന് അറിയാൻ പറ്റില്ലേ ഇദ്ദേഹത്തിന് ഫിറ്റ്നസ് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന്? അപ്പോൾ മന്ത്രിയാവാൻ ഫിറ്റല്ല ആരും എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയല്ലേ, സാക്ഷ്യപത്രം കൂടിയല്ലേ വാക്കുകൾ. എത്ര വേദനാജനകമാണ്. ഒരു സ്കൂൾ എയ്ഡഡ് സ്കൂളാണ്, അവിടുത്തെ അധ്യാപകരുടെ ശമ്പളം കൊടുക്കുന്നത് ഗവൺമെൻറ്റാണ്. എന്നിട്ട് ആ സ്കൂളിനൊരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടിയോ? ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തെങ്കിൽ ആര്? ഇങ്ങനെയൊക്കെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നഗ്ന നേത്രങ്ങൾ തന്നെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാം അവിടെ നടന്ന അനാസ്ഥ. ഒരു കൊലപാതകം, മനുഷ്യനിർമ്മിതമായ ഒരു കൊലപാതകത്തിൻ്റെ തിയേറ്ററായിരുന്നു അതെന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ തന്നെ. എ കഴ്സറി ഗ്ലാൻസ് വിൽ റിവീൽ ദാറ്റ് there was ടോട്ടൽ. ഈ ഒറ്റപ്പെട്ട സംഭവം എന്ന ആരോഗ്യ മേഖലയിലും കോട്ടയത്തെ മെഡിക്കൽ കോളേജ് കെട്ടിടം ഇടിഞ്ഞു വീണപ്പോൾ ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞു. ഇതും ഇത്തരത്തിലുള്ള ഈ ഒറ്റപ്പെട്ട സംഭവം സിസ്റ്റം ശരിയല്ല എന്ന് പറഞ്ഞൊഴിയുന്ന സർക്കാരിനോട് ഇനി എന്താണ് അടുത്ത നെക്സ്റ്റ് പറയാനുള്ളത്? കാരണം ഈ പ്രതിപക്ഷമാണെങ്കിൽ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള സമര പോരാട്ടങ്ങളൊക്കെ നടത്തിയിട്ടും സർക്കാർ ഇതിനെ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിച്ച് അതിനൊരു പുകമറ സൃഷ്ടിച്ചാണ് എപ്പോഴും കൈയൊഴിയുന്നത്. സിസ്റ്റം ദാറ്റ് ഈസ് ആൻ എക്സ്ക്യൂസ്. മുടന്ത ന്യായം, അത് തൊടുന്യായം അത് പറയുകയാണ്. സിസ്റ്റത്തെ ഭരിക്കേണ്ടവരാണ് മന്ത്രിമാർ, സിസ്റ്റത്തിൻ്റെ അടിമകളല്ല. നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ അടിമകളല്ല, കമ്പ്യൂട്ടർ നമ്മുടെ അടിമയായിരിക്കണം എന്നതുപോലെ തന്നെ സിസ്റ്റം അങ്ങനെ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നില്ല, അത് ശരിയാക്കണം. അതിന് സിസ്റ്റം വേറെയുണ്ട്. ആ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് സിസ്റ്റമിക് എറേഴ്സ് നമ്മൾ തിരുത്തണം. അതാണ് നമ്മൾ വിജയിക്കുക. മന്ത്രി എന്നുള്ള നിലയിലായാലും ശരി, ജീവിതത്തിൻ്റെ ഏത് ഘട്ടത്തിലായാലും ശരി, ഇങ്ങനെ വരുന്ന വെല്ലുവിളികളെ നേരിട്ട് മുന്നേറുന്നവരെയാണ് വിജയിച്ച ഒരു സക്സസ്ഫുൾ പീപ്പിൾ എന്ന് പറയുന്നത്. മന്ത്രിമാരും സക്സസ്ഫുൾ ആവണമെങ്കിൽ ആ വാക്യം ബാധകമാണ്. യാതൊരു എക്സ്ക്യൂസും ഇല്ല. ദർ ഇസ് നോ എക്സ്ക്യൂസ്. പറഞ്ഞിട്ട് നമുക്ക് രക്ഷപ്പെടാം. 100 കൂട്ടം തൊടുന്യായങ്ങൾ നമുക്ക് പറയാം ഒരു കാര്യത്തിന്. അതിങ്ങനെയായിരുന്നു, അങ്ങനെയായിരുന്നു. ഇറ്റ്സ് നോട്ട് വാലിഡ്. അസാധുവാണത്, അതിലൊരു കാര്യമില്ല. നോക്കൂ, ഞാൻ പറഞ്ഞു വന്നത് നഗ്ന നേത്രങ്ങൾ കൊണ്ട് തന്നെ അവിടെ ഉണ്ടായിട്ടുള്ള കൃത്യവിലോപം വ്യക്തമാണ്. നോക്കൂ, അവിടെ ഇലക്ട്രിസിറ്റി ലൈൻ പോയിക്കൊണ്ടിരിക്കുക. അത് ശരിക്കും പിടിച്ചു കെട്ടിയിട്ടില്ല, തൂങ്ങിക്കിടക്കുക, അയകിടക്കുന്ന പോലെ. ഒരിക്കലും ഒരു സ്കൂളിന്റെ മുകളിൽ കൂടെ ഇത്തരത്തിലുള്ള അപകടകരമായിട്ടുള്ള യാതൊരു കാര്യങ്ങളും ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ഒരു നിയമവശം നിലനിൽക്കുകയാണ് ഇതിന്റെ മുകളിൽ കൂടെ ഇത്തരത്തിലുള്ള, അതും 4 കമ്പിയുള്ള, എനിക്കൊന്ന് 3 ഫേസ് കണക്ഷൻ എന്തോ ആണ് അത്തരത്തിൽ പോയിരിക്കുന്നത്. അപ്പൊ ഇത് അതിന്റെ ഇപ്പുറത്ത് ഇപ്പൊ ഈ അടുത്ത കാലത്തെങ്ങാണ്ടാണ് ഷീറ്റ് ഇട്ടത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക്. അത് ഇരുമ്പ് ഷീറ്റ് ഇട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കണ്ടക്ടറാണ്. ഇപ്പം മറ്റെന്തെങ്കിലും കൊണ്ടൊരു ഓല കൊണ്ടാണെങ്കിലോ ഓട് കൊണ്ടാണെങ്കിലോ ഈ കണ്ടക്ടിവിറ്റി ഉണ്ടാവില്ല. ആ അധ്യാപകരില്ലേ അവിടെ, ഫിസിക്സ് പഠിപ്പിക്കുന്ന അധ്യാപകർ, അവർക്കറിയില്ലേ ഇതിൻ്റെ കണ്ടക്ടിവിറ്റിയുള്ള ഒന്നുകൊണ്ടാണ് ഈ മേൽക്കൂര നിർമ്മിച്ചിരിക്കുന്നത്? പറയണ്ടേ അവരെ? വർഷങ്ങളായി ഇങ്ങനെ തുടരുകയാണ്. ഇപ്പോൾ ഇത് വന്നപ്പോഴാണ് നമ്മളുടെ എല്ലാം കണ്ണിലിത് പെടുന്നത്. നോക്കൂ, വൈദ്യുതി ലൈനിൻ്റെ കീഴിൽ കൊണ്ടുവന്ന് സൈക്കിൾ വയ്ക്കാൻ ഷെഡ് സ്ഥാപിച്ചിരിക്കുക. സൈക്കിളൊന്നും നനഞ്ഞാൽ ഒരു കുഴപ്പവും ആർക്കും വരില്ലായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഷെഡ് നിർമ്മിച്ച് അതിനൊരു മുകളിലൊരു കെട്ടിടവും നിർമ്മിച്ചിരിക്കുക. മുകളിലുള്ള കെട്ടിടത്തിൻ്റെ ജനാല വഴി ഒന്ന് കയ്യെത്തിയാൽ പുറത്തേക്ക് പോകാം ലൈനിൽ. ഈ കുട്ടി 13 വയസ്സ് മാത്രം പ്രായമുള്ള, അസാധാരണ വലിപ്പമുള്ള ഉയരമുള്ള കുട്ടിയൊന്നുമല്ല, സാധാരണ ആവറേജ് ശരാശരി ഉയരമുള്ള കുട്ടി കൈയൊന്ന് വീഴാൻ തുടങ്ങിയപ്പോൾ കൈയൊന്ന് മുകളിലോട്ട് പിടിച്ചപ്പോൾ നമ്മൾ ആരായാലും റിഫ്ലക്സ് ആക്ഷൻ കൊണ്ട് വീഴാൻ പോകുമ്പോൾ നമ്മുടെ സ്പൈനൽ കോഡിൻ്റെ ഒരു പ്രവർത്തനമാണ്, മുകളിലുള്ള വസ്തുവിൽ കയറി പിടിക്കും. അതെന്താണെന്ന് അപ്പോൾ നമ്മുടെ ബ്രെയിൻ ചിന്തിച്ച് വിവേകം കൊണ്ട് അറിയില്ല. റിഫ്ലക്സ് ആക്ഷനാണത്. അതുകൊണ്ട് കൈയൊന്ന് തൊട്ടു, അപ്പോഴത്തേക്കും പിന്നെ പറയാനും പറ്റില്ല, കാണാനും പറ്റാത്ത കാഴ്ചകളാണ്. അവിടെ കാക്കകളൊക്കെ വെന്തു മരിക്കുന്നത് പോലെ ലൈനിൽ അവൻ തൂങ്ങിക്കിടന്ന് ആടുകയാണ്, വിറയ്ക്കുകയാണ്. അവൻ്റെ അവസാന നിമിഷം. അവൻ്റെ അമ്മ ഇവിടെ ഇല്ല, അവർ ഒരു ഗദാമയായിട്ട് കുവൈറ്റിൽ ജോലി ചെയ്യുകയാണ്. അവിടെയുമില്ല. കാരണം അറബിയായിട്ടുള്ള ഒരു വീട്ടുടമയ്ക്ക് വേണ്ടിയാണ് തൊഴിൽ ചെയ്യുന്നത്. അറബിയായിട്ടുള്ള ഉടമയ്ക്ക് വേണ്ടി ജോലി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ക്രൂരതകൾ അറിയാം, ഒരുപക്ഷെ രഞ്ജിനിക്കും അറിയാം. അവിടെ അടിമയെപ്പോലെയാണ് കഴിയുന്നത്. കുട്ടികൾ ഉപദ്രവിക്കും, എന്നിട്ട് അമ്മയുടെ പേരിൽ പരാതി കൊടുക്കും, ചാട്ടവാർ വെച്ചുള്ള അടികൾ കൊടുക്കും. അതാണ് ഗദാമ ജീവിതം എന്ന് പറയുന്നത്. മലയാളികളായിട്ടുള്ള വീട്ടുടമകൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. നമ്മുടെ സംസ്കാരം അങ്ങനെയല്ല, അവിടുത്തെ സംസ്കാരം അങ്ങനെയാണ്. എല്ലാവരുടെ ഇതുമല്ല. സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ടാവും, വിദ്യാഭ്യാസമുള്ളവരും. അല്ലാത്തവരുടെ ഇതെല്ലാം അടിയും പീഡനങ്ങളും ഏറ്റുകൊണ്ട് ഈ വേദന വാങ്ങിക്കൊണ്ട് എല്ലാം അനുഭവിച്ച് ഈ അമ്മ അവിടെ താമസിച്ചത് എന്തിനു വേണ്ടിയാണ്?
ഈ മകനായ മിഥുൻ്റെ ഭാവിക്ക് വേണ്ടി അവന് ശമ്പളമില്ലായിരുന്നു, കടത്തിലായിരുന്നു വീട്, അടച്ചുറപ്പുള്ള ഒരു വീട് പോലുമില്ല, ടാർപോളിൻ ഷെഡ് കൊണ്ടുവന്ന വീട്ടിലാണ് കഴിയുന്നത്. തൊഴിലാളി വർഗത്തിന് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഭരിക്കുന്ന ഗവൺമെൻറ് എന്ന് പറയുന്ന ഗവൺമെൻറ്, അവൻ്റെ അച്ഛനും അമ്മയും തൊഴിലാളികളായിരുന്നു. നിരുദ്ധകണ്ഠനായിട്ടല്ലാതെ ഈ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റുകയില്ല. അതുപോലുള്ള ഒരു അവസ്ഥയിലുള്ള ഒരു കുട്ടി എവിടാണ് ഈ ക്രൂരത, ഈ സിസ്റ്റം, അതിനു മുകളിലുള്ള മന്ത്രിസഭയും ചെയ്തിരിക്കുന്നത്? 2 വകുപ്പുകൾ ക്രൂരമായ അതിക്രൂരമായിട്ടുള്ള വേദനിപ്പിക്കുന്ന മനസ്സ് ഉരുക്കുന്ന തരത്തിലുള്ള കൃത്യവിലോപം കാണിച്ചു. മാത്രമല്ല, ഈ ഒരു സംഭവം നടക്കുമ്പോൾ ചിഞ്ചു റാണി സൂംബ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടെ ഇപ്പുറത്തൊരു കണ്ണീരോടെ എല്ലാവരും ഇരിക്കുന്നു, മലയാളികൾ മുഴുവനും, കേരളം മുഴുവനും ഒരു കുഞ്ഞിന്റെ വേർപാട് കണ്ണീരോടെ ഇരിക്കുമ്പോൾ മറ്റൊരിടത്ത് സൂംബ ഡാൻസ് കളിച്ച് രസിച്ചിരിക്കുന്നു. അതിനുശേഷം നൽകിയ മറുപടിയാണ് അതിശയിപ്പിക്കുന്നതും വേദനിപ്പിക്കുന്നതും. കാരണം കുട്ടി വലിഞ്ഞു പിടിച്ച് കയറിയിട്ടല്ലേ അപകടം ഉണ്ടായത്. ഒരു മന്ത്രിക്ക് അല്ലെങ്കിൽ ഒരു നേതാക്കൾക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. MLA പോലും വളരെ വൈകിയാണ് എത്തിയത്. അപ്പൊ ഇത്തരത്തിൽ ഉത്തരവാദിത്തമില്ലാത്ത തരത്തില് ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ നേതാക്കന്മാരും മന്ത്രിമാരും ഒക്കെ നിലനിൽക്കുന്നത് കൊണ്ടല്ലേ 2ാം പിണറായി സർക്കാരിന്റെ വലിയൊരു തോൽവി തന്നെയല്ലേ ഇതെല്ലാം. ചിഞ്ചു റാണി എന്നുള്ള പേര് കേട്ട കൊച്ചു കുട്ടിയാണെന്ന് തോന്നുന്നു. എങ്കിലും എനിക്ക് തോന്നുന്നു 50 വയസ്സിന് മുകളിലുണ്ടാവും. പറയില്ലല്ലോ ഇത്. ഈ 50 വയസ്സിന് മുകളിലുള്ള ചിഞ്ചു റാണിക്ക് സുംബ ഡാൻസ് കളിക്കാമെങ്കിൽ ഇവൻ്റെ പ്രസരിപ്പിൻ്റെ ഈ പ്രായത്തിൽ 18, 14 ആ കാലം എന്ന് പറയുന്ന കുതിരയുടെ കാലഘട്ടമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ആ ഈസിൻ്റെ കുതിരകളെ പോലെ നമ്മൾ ചിരയ്ക്കുകയും അവിടെ കുതിച്ചു പായുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണത്, ശക്തിയുടെ പ്രായം. പിന്നെ കഴിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ഈ ചിഞ്ചു റാണിയുടെ പ്രായം വരുമ്പോൾ നമ്മൾ കാവൽ നായ്ക്കളുടെ റോളിലേക്കാണ് നമ്മുടെ പുരാണങ്ങൾ തന്നെ വിലയിരുത്തുന്നത്. അത് കഴിഞ്ഞ് കഴുതയുടെ റോളിൽ ഒന്നും ചെയ്യാനാവാതെ ഇരിക്കുന്ന ബുദ്ധിശൂന്യനായിട്ടൊരാളിൻ്റെ എല്ലാവരും പറയുന്നത് കേട്ടും അടികൊണ്ടും കഴിയുന്ന ഒരു കാലഘട്ടമെന്നാണ് വാർദ്ധക്യത്തെപ്പറ്റി പറയുന്നത്. അങ്ങനെയാണ് പറയുന്നത്. പ്രസരപ്പിൻ്റെ ഈ കാലത്തിൽ ഇത്രയും അധികം പട്ടിണി കിടന്നിട്ട് ഊർജ്ജമുള്ള ഈ പയ്യൻ അങ്ങനെ ഏത് കുട്ടിയാണ് ചെയ്യാത്തത്? അത് ചെയ്യാത്ത കുട്ടികൾക്കാണ് കുഴപ്പമുള്ളത്. പ്രസരിപ്പോടുകൂടി അവൻ ചാടാവുന്ന മതിലുകളെല്ലാം ചാടും. നമ്മളുടെയൊക്കെ കുട്ടിക്കാലം അങ്ങനെ ആയിരുന്നില്ലേ? ചിഞ്ചു റാണിയുടെ കുട്ടിക്കാലവും അങ്ങനെ ആയിരുന്നില്ലെങ്കിൽ അവർക്കെന്തോ കുഴപ്പമുണ്ടെന്ന് തന്നെയാണ് അർത്ഥം. ആ പ്രസരിപ്പിൻ്റെ പ്രായത്തിൽ അതുകൊണ്ടാണ് പറയുന്നത്, ആ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിന് മുകളിലൂടെ ഈ ലൈൻ കൊണ്ടുപോകുമ്പോൾ ഇത്രയധികം കുട്ടികൾ പഠിക്കുന്നതാണ്, അവർ ഓടും ചാടും. അതാണല്ലോ കുട്ടിത്തം എന്ന് പറയുന്നത്. ആ കുട്ടിത്തത്തിൻ്റെ പ്രസരിപ്പിൽ അവരെന്തും കാണിക്കും. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കട്ടെ. മുതിർന്നവർ, നമ്മൾ ഈ കുട്ടിക്കാലം കടന്നു വന്നവരല്ലേ, കുസൃതികൾ കടന്നു വന്നവരല്ലേ, അല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ടുള്ള പ്രിക്കോഷൻസ് അവിടെ യാതൊരു വിധത്തിൽ ഇലക്ട്രിസിറ്റി ബോർഡ് എടുത്തില്ല. സ്കൂളോ അതിനടിയിൽ കൊണ്ടുവന്ന് ഇരുമ്പ് മറയിട്ടിട്ടുള്ള ഒരു എന്താ പറയുന്നത് സൈക്കിൾ ഷെഡ് അവിടെ ഉണ്ടാക്കി കൊടുത്തിട്ട് ഈ കുട്ടിയുടെ മരണത്തിന് മനഃപൂർവ്വമല്ലാത്ത മറ്റൊരു കാര്യം കൂടി ഇതിനകത്തുണ്ട്. ഇതൊരു സ്വകാര്യ സ്കൂളാണ്. അപ്പൊ ഇത്തരത്തിൽ കുനുകുനെ നിരവധി സ്വകാര്യ സ്ഥാപനങ്ങളാണ്, ഇത്തരത്തിൽ സ്വകാര്യ സ്കൂളുകളാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാന കേരളത്തിലുണ്ടാകും. ഒരു പക്ഷേ അത് സർക്കാർ സ്കൂളുകളുടെ എന്താ പറയുന്നത് നേരായുള്ള പ്രവർത്തനം കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല. സ്വകാര്യ സ്കൂൾ വർദ്ധിക്കുന്നു. കാരണം വർദ്ധിക്കുന്നുണ്ടെങ്കിൽ അവിടെ കുട്ടികളില്ലാണ്ട് ഇത്തരത്തിൽ വർദ്ധിക്കത്തില്ലല്ലോ, സ്വകാര്യ സ്കൂളുകൾ വർദ്ധിക്കുക. അപ്പം ഇതിപ്പോൾ ഒരു സ്വകാര്യ സ്കൂളാണ്. അപ്പം ഇത്തരത്തിൽ എയ്ഡഡ് സ്കൂളാണല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള സ്കൂളുകൾക്ക് മേൽ ഇങ്ങനെ ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാണ്ട് നടത്താൻ പറ്റില്ല, അല്ലെങ്കിൽ അതിനൊക്കെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഇല്ലേ, അതൊക്കെ പരിശോധിക്കേണ്ടുന്ന ഡിപ്പാർട്ട്മെന്റ് ഇല്ലേ? ഇത് ഒരു പക്ഷേ ഇത് അത്തരത്തിലുള്ള അനാസ്ഥയും. ഇപ്പം നമ്മൾ മന്ത്രിയെ കുറ്റം പറയുമ്പോഴും സ്വകാര്യ സ്ഥാപനങ്ങൾ, കാരണം ഞാൻ പലപ്പോഴും ചില സ്കൂളുകൾ വലിയ മികച്ച നിലവാരമുള്ള പുറത്ത് പറയപ്പെട്ട ചില സ്കൂളുകളുടെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. ചെറിയ ചെറിയ മുറികളാണ്. ഒരുപക്ഷെ സർക്കാർ സ്കൂളുകൾ എത്രയോ ഇപ്പോൾ കെട്ടിയിരിക്കുന്ന സ്കൂളുകളുടെ ക്ലാസ് മുറികളൊക്കെ വലിയ വിസ്താരമുള്ള ചെറിയ മുറികൾ, ഇല്ല ജയിലിനേക്കാളും കഷ്ടമായിട്ടുള്ള ഇതായിട്ടുള്ള ബിൽഡിങ്ങുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ചെറിയ മുറികൾ, കാരണം അവര് ഈ വലിയ ലാഭത്തിന് വേണ്ടിയിട്ട് അധികം നഷ്ടപ്പെടാത്ത രീതിയിൽ, കാരണം അവർക്ക് ലാഭം വേണമല്ലോ, അവരെ കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ അത്തരത്തിൽ പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ ഈ സ്കൂൾ ബസ്സുകളുടെ കാര്യത്തിൽ ഫിറ്റ്നസ് യഥാർത്ഥ രീതിയിൽ ഒരു പക്ഷേ കൈക്കൂലിയൊക്കെ കൊടുത്തിട്ട് അത്തരത്തിലുള്ള ഫിറ്റ്നസ് തയ്യാറാക്കുകയും നമ്മൾ അന്ന് ആ സ്കൂൾ ബസ്സിന് മര്യാദയ്ക്കൊന്ന് പരിശോധിച്ചാൽ മൊത്തം പൊള്ളയായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ പല കാര്യങ്ങളും സ്വകാര്യ സ്കൂളുകളിൽ നിന്നാണ്. അപ്പോൾ ഇവരുടെ മേലൊരു നിയന്ത്രണം അത്യാവശ്യമായിട്ട് വരുന്നില്ല. സ്വകാര്യ സ്കൂളിൻ്റെ നമ്മുടെ മുമ്പിലുള്ള വിഷയം ഇപ്പോൾ സ്വകാര്യ സ്കൂളിൻ്റെ നിയന്ത്രണമല്ല, സ്കൂളുകളുടെ സുരക്ഷാ ഓഡിറ്റാണ്. സ്കൂളുകൾ തുറക്കുന്നതിന് മുമ്പ് സുരക്ഷാ ഓഡിറ്റ് നടത്തിയെന്നാണ് പറയുന്നത്. എന്ത് സുരക്ഷാ ഓഡിറ്റിന് എന്ത് വിശ്വാസ്യത? ഈ സ്കൂൾ ഭരിക്കുന്നത് CPM മാനേജ്മെൻറ്റാണ്, ഭരണകക്ഷിയുടെ തന്നെ മാനേജ്മെൻറ്റാണ്.
അവർക്കപ്പോൾ ഉത്തരവാദിത്വം കൂടുകയാണ്. അതുപോലെ അധ്യാപകർ മുഴുവൻ CPM-ൽ പെട്ട ആൾക്കാരാണ്. ആ രീതിയിലാണ് കേരള സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് പോലെ അത്തരം ഒരു ഉത്തരവാദിത്വം അവർ നിർവഹിക്കണ്ടേ. കുട്ടിയുടെ വിദ്യാഭ്യാസ നിലവാരം കുറഞ്ഞോട്ടെ. ഇങ്ങനെയുള്ള സ്കൂളുകളിലെല്ലാം വിദ്യാഭ്യാസ നിലവാരം കുറവാണ്. CBSE സിലബസുമായിട്ട് കോമ്പീറ്റ് ചെയ്യാനുള്ള കഴിവൊന്നും അവർക്കില്ല കേരള സിലബസിന്. അത് പോട്ടെ, അതവിടെ നിൽക്കട്ടെ. വേണ്ട, അവരുടെ ജീവൻ ഒരു സുരക്ഷ കൊടുക്കണ്ടേ. ഈ പയ്യൻ നോക്കൂ, NCCയുടെ ലീഡറായിരുന്നു. NCCയിൽ പോയത് എന്തിനാണെന്ന് അറിയാമോ രഞ്ജനിക്ക്? അവൻ്റെ വീട്ടിൽ വേണ്ടത്ര ആഹാരം കിട്ടുന്നില്ല. സ്കൂളിലെ ആഹാരം നമുക്കറിയാമല്ലോ, 10 രൂപയ്ക്ക് കൊടുക്കേണ്ട ആഹാരമാണ് വെച്ച് കൊടുക്കുന്നത്. അധ്യാപകരുടെ ചിലവിൽ വേണം കൊടുക്കാൻ. ആ സ്കൂളിൽ അതിനുള്ള സൗകര്യം ഉണ്ടോ എന്നും അറിയത്തില്ല. ഗവൺമെൻറ് സ്കൂളുകളിലേ അത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതേമില്ല. NCC പോയിൻ്റെ കാര്യം മനസ്സിലായോ? അറിയാമോ? ഞങ്ങളൊക്കെ NCC പ്രവർത്തിച്ചിട്ടുള്ളതാണ്. ബ്രെഡും മുട്ടയും സൗജന്യമായിട്ട് കിട്ടും നമുക്ക്. റൊട്ടി എന്നാണ് അതിന് പറയുന്നത്. റൊട്ടിയും മുട്ടയും സൗജന്യമായിട്ട് കിട്ടും. ഒരു കുഴപ്പമില്ലാതെ കിട്ടും. ഫണ്ടിൻ്റെ ഒരു പ്രശ്നമില്ല. കാരണം അത് കേന്ദ്ര ഗവൺമെൻറ് അലോട്ട് ചെയ്യുന്നതാണ്. അച്ചടക്കമുള്ള യുവജനതയായിട്ട് വളർന്നു വരാൻ വേണ്ടിയിട്ടുള്ള പരിശീലനമാണ്. ആ പരിശീലനമാണ് അവന് കിട്ടിയത്. അതിൽ അവൻ ഏറ്റവും സമർത്ഥനായിരുന്നു. ഒരു പക്ഷേ നാളെ ഒരു ബ്രിഗേഡിയറോ ആ ലെവലിലുള്ള ആളായിട്ട് വന്ന് ഈ രാഷ്ട്രത്തിൻ്റെ രക്ഷ ചെയ്യേണ്ട ഒരു പയ്യൻ്റെ ജീവനാണ് കരിച്ചു കളഞ്ഞിരിക്കുന്നത്. അനാസ്ഥ എന്ന് പറയുന്നത്, സിസ്റ്റം എന്ന് പറയുന്നത് കൊണ്ട് ഈ സിസ്റ്റം കുഴപ്പമാണെന്ന് പറയുന്നത് തന്നെയാണ് സിസ്റ്റം. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടോ? ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നോക്കൂ. അതിൻ്റെ കാര്യം കൂടെ പറഞ്ഞിട്ട് അവസാനിക്കുക. ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് തന്നു കഴിഞ്ഞാൽ എന്ത് വാല്യൂ ഉള്ളത്? സൈക്കിൾ പോലും ഓടിക്കാൻ അറിയാൻ വയ്യാത്ത ആൾക്കാർക്ക് ഈ രാജ്യത്ത് ഹെവി വെഹിക്കിൾ ലൈസൻസ് കൊടുത്തിട്ടില്ലേ? ഒന്ന് അന്വേഷിച്ച് നോക്കട്ടെ. ഗണേഷ് കുമാർ ഒന്ന് അന്വേഷിച്ച് നോക്കട്ടെ. കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. അവിടെ പലതരത്തിലുള്ള അഴിമതി നടക്കും. വസ്തുവില്ലാത്തവൻ്റെ പേരിൽ കരമടച്ച രസീതുകളുണ്ടാക്കി വ്യാജമായിട്ട് വസ്തുക്കൾ മാറ്റുന്നില്ലേ? അതുപോലെ വിലയുള്ളൂ. ഇവിടെ അതല്ല വേണ്ട. ഒരു മാനേജ്മെൻ്റ് ഉണ്ട്, നാട്ടുകാരുടെ ഒരു മാനേജ്മെൻ്റ് ഉണ്ട്. അപ്പോൾ കുട്ടികൾക്ക് കുഴപ്പം വരുമെന്ന് കോമൺ സെൻസ് കൊണ്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് 20 വർഷമായിട്ട് തുടരുന്ന ഒരു കാര്യമാണിത്. ഇപ്പോഴാണ് അവർ തിരിച്ചറിയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൺമുന്നിൽ കാണുന്ന കാര്യം പോലും തിരുത്തില്ല. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് അതാണ് ബ്യൂറോക്രസിയുടെ ഭാഗം. പേപ്പർ നോക്കി ഭരണം നടത്തുക, പേപ്പർ നോക്കി ഭരണം. അതല്ല വേണ്ടത്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഇത് കുട്ടികൾക്ക് കുഴപ്പമാണെന്ന് നാട്ടുകാർ തന്നെ പറയണം. പറഞ്ഞിട്ട് അത് തിരുത്തിക്കണം. അതാണ് വേണ്ടത്. നോക്കൂ, ഒരു ലൈൻ പോകുന്നതിൻ്റെ അടുത്ത് അതിൻ്റെ താഴെ ഒരു എന്താ പറയുന്നത്, ടിൻ ഷീറ്റ് കൊണ്ടോ അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റിയുള്ള ഏതെങ്കിലും അലൂമിനിയം ആയിക്കോട്ടെ, അലൂമിനിയവും കണ്ടക്ടിവിറ്റിയുള്ള ഇരുമ്പായിക്കോട്ടെ, അങ്ങനെ ഷീറ്റ് സ്ഥാപിക്കാൻ പാടില്ല. ACB എത്ര രൂപയുടെ പരസ്യങ്ങളാണ് കൊടുക്കുന്നത്? ഇരുമ്പ് തോട്ടിക്കൊണ്ട് ഇതിൽ തുടരുത്, ലൈനിൽ തുടരുതെന്നൊക്കെ പറഞ്ഞിട്ട്. ഇത്രയും കോമൺ സെൻസ് ഇല്ലേ ഇത്രയും പഠിപ്പിക്കുന്ന അധ്യാപകർക്ക്? അവിടെ അത്ര ഡിസ്ക്വാളിഫൈഡ് ആണോ അവിടുത്തെ അധ്യാപകർ? എന്താണിത് കാണിക്കുന്നത്? അപ്പോൾ അത് അധ്യാപകർ തന്നെ മുൻകൈ എടുത്ത് ഇത് മാറ്റിക്കാൻ വേണ്ട സമ്മർദ്ദങ്ങൾ ചെലുത്തേണ്ടത്. അല്ലെങ്കിൽ അതിന് കീഴിൽ ഷെഡ് സ്ഥാപിക്കാൻ പാടില്ലായിരുന്നു. വലിയൊരു തെറ്റ്, ഗുരുതരമായ. സൈക്കിളൊന്നും നനഞ്ഞാലും വലിയ കുഴപ്പമൊന്നും വരാൻ പോകുന്നില്ല. ഷെഡില്ലെന്ന് വിചാരിച്ച് യാതൊരു കുഴപ്പവും പറ്റില്ല. പക്ഷേ ജീവൻ പോകരുത്. അതിന് ശ്രദ്ധ വേണം. നമ്മുടെ പഴയ കാലത്ത് ഞാനും ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചതാണ്. അവിടെ ഒരു തെങ്ങ് ഉയർന്നു നിന്ന് അതിൽ നിന്ന് തേങ്ങ വീഴാൻ സാധ്യതയുണ്ടെങ്കിൽ അപ്പം തന്നെ അവിടെ അധ്യാപകരുടെ ശ്രദ്ധയെത്തും. അതാണ് ശ്രദ്ധ. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് അതൊക്കെ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ്. നാട്ടുകാരുടെ ഇടപെടലോടുകൂടി സഹകരണത്തോടു കൂടിയുള്ള വിദ്യാഭ്യാസമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അവികേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സംഭവമാണ് നടക്കുന്നത്. അങ്ങ് സെക്രട്ടേറിയറ്റിൽ നിന്നും പേപ്പർ വരണ്ട ഇതിന് വേണ്ടിയിട്ട്. അവിടെ നാട്ടുകാർ കൂടി ഈ ഉത്തരവാദിത്തം. കുട്ടികളാണ് നമ്മുടെ കുട്ടികൾ. കാരണം എന്താ ആരും ശ്രദ്ധിക്കാത്തതിൻ്റെ കണ്ടോ? വീട് അടച്ചുറപ്പില്ലാത്ത, ടിൻ ഷീറ്റ് പോലും ഇല്ലാത്ത, ഈ സൈക്കിൾ ഷെഡ് പോലെ സൗകര്യമില്ലാത്ത ടാർപോളിൻ കൊണ്ട് മേഞ്ഞൊരു വീടാണ്. വന്നിരിക്കുന്ന ആൾക്കാരെ കണ്ടോ? ഒരൊറ്റ സഖാവില്ല. ടിപ്പായിട്ട് കുട്ടപ്പനായിട്ട് കതർ ഷർട്ട് ഇട്ടിരിക്കുന്ന ഒരാളുമില്ല. പാവപ്പെട്ട തൊഴിലാളികൾ, എന്ത് ചെയ്യണമെന്നറിയാത്ത പാവപ്പെട്ട തൊഴിലാളികൾ, ഈ രാജ്യത്തെ പ്രഥമ പൗരന്മാർ, അടിസ്ഥാന വർഗം, മാർക്സിസ്റ്റ് പാർട്ടിയുടെ അസറ്റ്, അവരുടെ മാസ് ബേസ്, അവരാണ് അവിടെ വന്നിരിക്കുന്നത്. അവരോടാണ് ഈ ക്രൂരത ഈ ഗവൺമെൻറ് തന്നെ ചെയ്തത്. വളരെ എന്നിട്ട് വെളിപ്പാടകലെ MLA ഉണ്ടായിരുന്നു. അങ്ങേരൊന്നും തിരിഞ്ഞു നോക്കിയില്ല. സങ്കടകരമാണ് ഇത്. വളരെ ഷോക്കിംഗ് മാത്രമല്ല, ആഘാതമേൽപ്പിക്കുന്നതും അതേസമയം സങ്കടകരവുമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.